ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. 90 സങ്കീർത്തനം 12 വചനം. അഹരോൻ മരിച്ച് അടക്കം ചെയ്യപ്പെട്ടപ്പോൾ മോശ പാടിയ പാട്ടാണ് 90 സങ്കീർത്തനം. മോശ കൈ വിരിച്ചും കൈ ഉയർത്തിയും കാൽ മടക്കിയും ദൈവസനിൽ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഒന്നും സ്വന്തം കാര്യങ്ങൾക്ക് ആയിരുന്നില്ല, മറ്റുള്ളവർക്കും സ്വന്തം ആത്മീയമായ വളർച്ചയ്ക്കും വേണ്ടി ആയിരുന്നു. നാം പലതിനും വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. ആയുസ്സിനും ആരോഗ്യത്തിനും അനുഗ്രഹത്തിനുമാണ് അധികം പേരും പ്രാർത്ഥിക്കുന്നത്. എന്നാൽ ഈജിപ്തിലെ പട്ടുമെത്തകളെ ഉപേക്ഷിച്ച് ദൈവിക ദൗത്യവും ഉത്തരവാദിത്തത്തോട് ഏറ്റെടുത്ത മോശ പ്രാർത്ഥിക്കുന്നത് ജ്ഞാനമുള്ള ഹൃദയം പ്രാപിപ്പാനാണ്. എങ്ങനെയാണ് ഒരു വ്യക്തി ജ്ഞാനമുള്ള ഹൃദയത്തിന് അവകാശി ആകുന്നത് എന്ന് 90 സങ്കീർത്തനം നമ്മെ പഠിപ്പിക്കുന്നു. 1. അനശ്വരനായ ദൈവത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ് നമ്മെ ജ്ഞാനമുള്ള ഹൃദയത്തിന് അവകാശിയാക്കുന്നു. കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനും മുമ്പേ നീ അനാദിയായും ശാശ്വതമായും ദൈവം ആകുന്നു. നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീൻ എന്ന് അരുളി ചെയ്യുന്നു. 90 സങ്കീർത്തനം 1 മുതൽ 3 വരെയുള്ള വേദഭാഗങ്ങൾ. ദൈവത്തിന് സകലവും കഴിയുമെന്ന തിരിച്ചറിവുണ്ടാകുമ്പോൾ നാം ജ്ഞാനമുള്ള ഹൃദയത്തിന് അവകാശിയാകുന്നു. 2. മനുഷ്യൻ്റെ ജീവിതം ക്ഷണികമാണെന്ന തിരിച്ചറിവ് പ്രാപിക്കുമ്പോൾ നാം ജ്ഞാനമുള്ള ഹൃദയത്തിന് അവകാശിയാകുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിൻ്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോകുകയും ചെയ്യുന്നു. 90 സങ്കീർത്തനം 10 വചനം. ഞാൻ മരിക്കുമെന്ന ഒരു കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടാകണം. യോബിന് ആ വെളിപ്പാട് ഉണ്ടാകുവാൻ തക്കവണ്ണമുള്ള ജ്ഞാനഹൃദയം ഉണ്ടായിരുന്നു. സ്ത്രീ പ്രസവിച്ച മനുഷ്യൻ അല്പായുസുള്ളവനും കഷ്ടസമ്പൂർണനും ആകുന്നു. അവൻ പൂ പോലെ വിടർന്ന് പൊഴിഞ്ഞു പോകുന്നു, നിലനിൽക്കാതെ നിഴൽ പോലെ ഓടിപ്പോകുന്നു. യോബിൻ്റെ പുസ്തകം 14:1-2 വേദഭാഗങ്ങൾ. മനുഷ്യൻ കിടന്നിട്ട് എഴുന്നേൽക്കുന്നില്ല, ആകാശമില്ലാതെയാകും വരെ അവൻ ഉണരുന്നില്ല, ഉറക്കത്തിൽ നിന്ന് ജാഗരിക്കുന്നതുമില്ല. ഇയ്യോബ് 14:12. നാം മരിക്കുമെന്നും ദൈവസന്നിധിയിൽ ന്യായവിധിക്കായി നിൽക്കേണ്ടി വരും എന്നുമുള്ള തിരിച്ചറിവ് നമ്മെ ജ്ഞാനമുള്ള ഹൃദയത്തിന് അവകാശിയാക്കുന്നു. 3. നമ്മുടെ നാളുകൾ എത്രയെന്ന് എണ്ണുന്നവരായി നാം മാറുമ്പോൾ നാം ജ്ഞാനമുള്ള ഹൃദയത്തിന് അവകാശിയാകുന്നു. ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. 90 സങ്കീർത്തനം 12 വചനം. നാം നാളുകളായി ആയുസ്സിനെ എണ്ണിയിട്ടുണ്ടോ? നമ്മുടെ വിചാരം നമുക്കൊക്കെ ഒരുപാട് വർഷങ്ങൾ ഇനി ജീവിതം ബാക്കിയുണ്ടെന്നാണ്. 5 വർഷം ആയുസ് ബാക്കിയുണ്ടെങ്കിൽ കേവലം 1825 ദിനങ്ങളാണ് ഇനി അവശേഷിക്കുന്നത്. ആയുസ്സിനെ ദിവസങ്ങളായി എണ്ണി നോക്കുമ്പോൾ മോശ പറയുന്നു, നമ്മുടെ ആയുസ്സിന് ഒരു പരിധി ദൈവം വച്ചിട്ടുണ്ട്. മരണ ദിവസം എന്നാണെന്ന് നമുക്ക് അറിയില്ല. അത് എപ്പോൾ വേണമെങ്കിലും കടന്നു വരാം. സമയത്തിൻ്റെ പരിധി മനസ്സിലാക്കി, ആയുസ്സിൻ്റെ അവധി മനസ്സിലാക്കി നാളുകൾ എണ്ണി സമയം നാം തക്കത്തിൽ ഉപയോഗിക്കണം. സൂര്യൻ അസ്തമിക്കും മുമ്പേ ചെയ്യാനുള്ള സകല കാര്യങ്ങളും നാം ചെയ്യണം. പകലിനുള്ള മക്കളായി നാം മാറണം. വെറുപ്പും വിദ്വേഷവും പറഞ്ഞു തീർക്കണം. വചന കാര്യങ്ങൾ ശുഷ്കാന്തി വേണം. ചെയ്യേണ്ട കാര്യങ്ങൾ നാം ചെയ്തു തീർക്കണം. നാളേക്കായി മാറ്റി വയ്ക്കരുത്. കാരണം ജീവിതത്തിൽ നാളെ ഉണ്ടാകും എന്നതിന് ഒരു നിശ്ചയവും ഇല്ല. നാളുകൾ എണ്ണി നോക്കുവാൻ പഠിപ്പിക്കണമെന്ന് ദൈവത്തോട് ആവശ്യപ്പെട്ട മോശ പ്രാർത്ഥന ഇങ്ങനെ അവസാനിപ്പിക്കുന്നു: ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേൽ ഇരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതെ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. 90 സങ്കീർത്തനം 17 വചനം. അതെ, മോശയുടെ ആഴമേറിയ ഈ പ്രാർത്ഥനകൾ നമുക്കും മാർഗദർശനം നൽകട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.
ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com